ടി.പി. വധക്കേസിലെ പ്രതി പി.കെ. കുഞ്ഞനന്തന്റെ മരണത്തിൽ വിവാദ പരാമർശവുമായി മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജി. കുഞ്ഞനന്തൻ മരിച്ചത് ഭക്ഷ്യവിഷബാധ മൂലമാണെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഷാജി പറഞ്ഞു. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവരെ കൊല്ലുന്ന രീതി CPM-നുണ്ടെന്നും ഷാജി ആരോപിച്ചു. ആരോപണം തള്ളി കുഞ്ഞനന്തന്റെ മകൾ രംഗത്തെത്തി. കൊണ്ടോട്ടിയിലെ മുസ്ലിം ലീഗ് സമ്മേളന വേദിയിലാണ് കെ.എം. ഷാജിയുടെ ആരോപണം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ നേതാക്കളിലെത്താനുള്ള ഏക കണ്ണി പി.കെ. കുഞ്ഞനന്തനായിരുന്നു. ഭക്ഷ്യവിഷബാധയേറ്റാണ് കുഞ്ഞനന്തന്റെ മരണം. ഇതിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു ഷാജിയുടെ ആരോപണം. കുഞ്ഞനന്തൻ മരിച്ചപ്പോ ഞാൻ പറയട്ടെ, നിങ്ങൾ അതിന്റെ പേരിൽ കൊല്ലാൻ പറ്റുമെങ്കിൽ തൂക്കിക്കൊല്ല്, എനിക്കൊരു ആക്ഷേപമില്ല. പക്ഷെ ഞാൻ പറയുന്നു, കുഞ്ഞനന്തൻ മരിച്ചത് എങ്ങനെയാണ്? കുഞ്ഞനന്തൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന്. എന്നാൽ കുഞ്ഞനന്തനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുറച്ചാളുകളെ കൊല്ലാൻ വിടും, അവര് കൊന്നു കഴിഞ്ഞ് വരും. കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി അത് കുഞ്ഞനന്തനാണ്. കെ.എം. ഷാജിയുടെ ആരോപണം തള്ളി പി.കെ. കുഞ്ഞനന്തന്റെ മകൾ ഷബ്ന രംഗത്തെത്തി. ചികിത്സ വൈകിപ്പിച്ച് UDF സർക്കാരാണ് അച്ഛനെ കൊന്നത്. അൾസർ മൂർച്ഛിച്ചാണ് അച്ഛൻ മരിച്ചത്. LDF സർക്കാർ വന്നപ്പോഴാണ് മതിയായ ചികിത്സ ലഭിച്ചതെന്നും ഷാജിയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമാണെന്നും ഷബ്ന പറഞ്ഞു. ടി.പി. വധക്കേസിലെ 13-ാം പ്രതിയും CPIM പാനൂർ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന പി.കെ. കുഞ്ഞനന്തൻ 2020 ജൂണിലാണ് മരിച്ചത്. ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ രോഗം മൂർച്ഛിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.